അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഒന്നാം ക്ലാസ്സിലെ വിദ്യാർത്ഥികൾ, നമ്മൾ പഠിച്ചു കൊണ്ടുവരുന്നതായ അക്ഷരം ഷീന് എന്നുള്ളതാണ്. ആ ഷീനിക്ക് നമ്മൾ അലിഫ് ചേർത്തിയാൽ, വാവ് ചേർത്ത് കൊടുത്താൽ, യാ ചേർത്ത് കൊടുത്താൽ എന്താണ് വായിക്കുക? ഇതിനെക്കുറിച്ച് നമുക്ക് ഈ പാഠത്തിൽ പഠിക്കാനുണ്ട്. ഇവിടെ കാണുന്ന ചിത്രം കണ്ടില്ലേ നിങ്ങൾ? ഇതെന്താണ്? ചാർജർ. ഇതെന്തിനു വേണ്ടിയിട്ടുള്ളത്? മൊബൈൽ ഫോൺ ചാർജ് ചെയ്യാൻ വേണ്ടിയാണ് ഉള്ളത്, അല്ലേ? നമ്മൾ അത്യാവശ്യത്തിന് ക്ലാസ്സിന് വേണ്ടി മാത്രമല്ലേ മൊബൈൽ നോക്കാറുള്ളൂ. അല്ലാത്ത സമയങ്ങളിലൊന്നും നമ്മൾ മൊബൈൽ നോക്കാൻ പാടില്ല. നമ്മൾ നല്ല കുട്ടികളാകണം. കൂടുതൽ സമയം മൊബൈൽ നോക്കിക്കഴിഞ്ഞാൽ വലിയ അപകടങ്ങളുണ്ടാകും. അതുകൊണ്ട് കുട്ടികൾ ക്ലാസ് ശ്രദ്ധിക്കാൻ വേണ്ടി മാത്രം മൊബൈൽ ഉപയോഗിക്കാവുന്നതാണ്. ഇനി നോക്കൂ നിങ്ങൾ, ഇതിനൊക്കെ അറബിയിൽ പറയുന്ന പേരാണ് ഷാഹിൻ. എന്താ പറയാ? ഷാഹിൻ. ഷാഹിന്, ഷാഹിൻ. ഹ ഷാശുൻ, ഹഷാശുൻ. ഹശൂദുൻ, ഹശൂദുൻ. ബശീറുൻ, ബശീറുൻ. ഹബ്ഷൻ, ഹബ്ഷൻ. ഹബ്ഷുൻ, ഹബ്ഷുൻ. ഹബ്ഷിൻ, ഹബ്ഷിൻ. ബശറ, ബശറ. തറുഷു, തറുഷു. ഹുശിറ, ഹുശിറ. ഷാശു, ശീഷൻ, ഷുൻ, ഷീൻ. ചുവന്ന അക്ഷരം മാത്രം വന്ന് നോക്കൂ. ഷാ ശു ഷീ ഷൻ ഷുൻ ഷിൻ. ഇവിടെ ശ്രദ്ധ കൊടുത്തു. ഷ ഷു ഷി. ഓക്കെ അല്ലേ? ഇങ്ങനെ നമ്മൾ ആവർത്തിച്ചിട്ട് ഇത് വായിക്കണം. വീണ്ടും വീണ്ടും ഇത് കേട്ടുകൊണ്ട് വായിക്കേണ്ടതാണ്. നെക്സ്റ്റ് പേജ് നമ്മൾ നോക്കുന്ന സമയത്ത് നഖറ, വായിക്കുക. എന്താ വായിക്കേണ്ടത്? ഇതെന്താ ചിത്രം? ക്യാരറ്റ് അല്ലേ? ക്യാരറ്റിൻ്റെ ഉള്ളിലൊരു പദം ഇരിപ്പുണ്ട്. എന്താ ഇത്? ത ഷാ. ഇതെന്താണ്? പഠിച്ച അക്ഷരാണ്. അറിയാലേ? ഉ തഷാ ഉ. ഉ ഷീറു, ഉഷീറു. ഇതെന്താണ്? ഹ. ഹ ഹബുൽ പാഠത്തിൽ പഠിച്ചു. ഹ ഷൂദുൻ, ഹഷൂദുൻ. നളൗ ദായിറത്തൻ അല ഷാ, ഷാ എന്നതിലേക്ക് വൃത്തമിടണം. ത ഷാ ഉ, രണ്ടാമത്തതാണ് ഷ. റഷീദുൻ, ഇവിടെ ഷാ ഇല്ല. നുഷൂറുൻ, ഇവിടെയും ഷാ ഇല്ല. ഇഷാഉൻ, ഇവിടെ ഒരു ഷാ ഉണ്ട്. അപ്പോൾ ഇവിടെയും ഇവിടെ രണ്ട് ഷാകളാണുള്ളത്, അല്ലേ? നക്തുബു, എഴുതുക. ഷജറുൻ, ബഷറുൻ, ഹബ്ഷുൻ, വർഷുൻ. ഇവിടെ നല്ല വൃത്തിയിലായി എഴുതണം. ഇവിടെയും എഴുതണം. എഴുതുന്ന സമയത്ത് റായ് ഷീൻ്റെ ഒരു ഭാഗം, വാവ് റായ് ഷീൻ, ഇതെല്ലാം ലൈനിൻ്റെ താഴെ ഭാഗത്തേക്കാണ് വരേണ്ടത്. ശ്രദ്ധിച്ച് എഴുതുക. നഖറോ മിനൽ ഖുർആൻ, ഖുർആനിൽ നിന്ന് വായിക്കാൻ. ഹുഷിറത്ത് ഷജറുൻ ബഷീറൻ തശാഉ ബുഷിറ ഖുശുബുൻ. ഇതെല്ലാം നല്ല വൃത്തിയിലായി വീണ്ടും വീണ്ടും ആവർത്തിച്ച് വായിക്കേണ്ടതാണ്. അല്ലാഹു തആല നല്ല രീതിയിൽ പഠിക്കാനും ഉഷാറായി വളരാനും തൗഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. ഇതുവരെ പഠിച്ചതായ ഓരോ അക്ഷരങ്ങൾ നമ്മൾ മറന്നു പോകാൻ പാടില്ല. റഫ് പുസ്തകങ്ങളിൽ പഠിച്ച ഓരോ അക്ഷരങ്ങൾ മുഴുവനായിട്ട് എഴുതുക. അതിനൊക്കെ ഫത്തഹും കസറും ലമ്മും സുക്കൂനും ഇട്ടുകൊണ്ട്
അതിനെ ആവർത്തിച്ച് നമ്മൾ വായിക്കുക. അങ്ങനെ കൂടുതൽ സമയം വായിച്ചു കഴിഞ്ഞാൽ നമ്മൾക്കൊന്നുകൂടി എളുപ്പത്തിൽ ഓരോ പദങ്ങൾ വായിക്കാൻ കഴിയും. അല്ലാഹു തആല തൗഫീഖ് നൽകട്ടെ. ദുആ വസിയത്തോടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.